ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ കിച്ചൺ ജോലികൾ എളുപ്പമാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യണ കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതിൽ ഞാൻ പറയുന്ന പല ടിപ്സും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വിട്ടു പോകുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒന്ന് റിമൈൻഡർ എന്നുള്ള രീതിയിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ റിമൈൻഡർ എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ ഒന്ന് യൂസും ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് രാവിലെ തന്നെ. ഇതൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഈ ഒരു കട്ടിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് ഇടാണ് കേട്ടോ. കാരണം ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളമൊക്കെ നമ്മൾ ഒന്ന് ചൂടാറി റെഡിയാകാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി പഴഞ്ചോറ് ഇരിപ്പുണ്ട്, അതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കഴിക്കാനും, മക്കൾക്ക് സ്കൂളിൽ ചോറ് കിട്ടും. അതുകൊണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് മക്കൾ മാത്രം കഴിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഗോതമ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഇച്ചിരി പാലും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കൗണ്ടർ ടോപ്പിൽ വീണില്ലേ, അതൊക്കെ അന്നേരം തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആവും. ഇല്ലെങ്കിൽ അതവിടെ പറ്റി പിടിച്ചിട്ട് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ കടുക് പൊട്ടിച്ചു. അതിന് ശേഷം അതിലേക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ടൊന്ന് ഇളക്കി, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് അടച്ച് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് പതുക്കെ വഴലട്ടെ, നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതിലെ വെള്ളമൊക്കെ ഒന്ന് പോക്കി. നമ്മുടെ സെമി ഓട്ടോമാറ്റിക് മെഷീനാണ്, അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കളയണം, പിന്നെ തുണിയൊക്കെ എടുത്ത് ഡ്രയറിലോട്ടൊക്കെ ഇടണം. അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം ഉണ്ടായിരുന്നത് കുറച്ചൊന്ന് കഴുകി വെച്ചു കേട്ടോ. പാത്രമൊക്കെ ഉണ്ടാകുന്ന ഉടനെ കഴുകി വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ ഇളക്കിയിട്ട് തവി നമ്മൾ നേരിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ സ്റ്റൗവിലൊന്നും വെക്കാണ്ട് നമ്മളത് ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലോട്ട് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ദോശമാവ് നമ്മുടെ ഒന്ന് കലക്കിയെടുത്തു. ഇച്ചിരി വെള്ളം കുറവായിരുന്നു, അപ്പോൾ അതോടെ ഒഴിച്ചു. അപ്പോൾ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇളക്കണുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ 23ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിയണത്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടും എന്താണൊരു ഫാമിലി, എങ്ങനെയാണ് ഫാമിലീനെ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാണ്ട് ഒരന്തവും കുന്തവും ഇല്ലാണ്ട് പകച്ച് നിന്ന ഒരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, പപ്പയുടെ അമ്മയുണ്ട്. അപ്പം മമ്മിയും ചേച്ചിയും പപ്പയുടെ അമ്മയാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. 17 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിന്ന് മാറി. അതുപോലെ 18 വയസ്സായപ്പോഴത്തേനും ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയി. തിരിച്ച് വന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ല, കത്തി പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതിൻ്റെ പുറകെ തന്നെ ഇച്ചിരി മുളക് പൊടി, ഒപ്പം തന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട്, കൂടെ തന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ആ പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചു കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആവണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് 23ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ അധികം നിന്നില്ല. 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ സെമിനാരിയിലോട്ട് മാറി. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനാണ് പണി കിട്ടിയത്. നമുക്ക് ഒന്നും അറിയത്തില്ല, ആകെപ്പാടെ പുട്ടുണ്ടാക്കാൻ അറിയാം, പപ്പടം കാച്ചാൻ പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം വീട്ടിൽ നമുക്കത് ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മാറിയിട്ടോ. ഒത്തിരി ഒന്നും മാറിയിട്ടില്ലെങ്കിൽ ഒരുപാട് മാറി. ഇനിയും മാറാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ മസാല ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മസാല ഒക്കെ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു റാക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് കിച്ചണിൽ സ്ലാബൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കൗണ്ടർ ടോപ്പ് അങ്ങനെ കൗണ്ടർ ടോപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലവും. അപ്പം ഞാൻ ഒരു റാക്കിൽ വെക്കും. അപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇച്ചിരി ദൂരെയാണ് റാക്ക്. അപ്പം മുളക് പൊടി എടുക്കാൻ അങ്ങോട്ട് പോവും, മഞ്ഞൾപ്പൊടി എടുക്കാനും പിന്നെ പോവും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു മസാലപ്പെട്ടി വാങ്ങിച്ചു. ആ മസാലപ്പെട്ടിക്കകത്തോട്ട് നമ്മളെല്ലാം ഇട്ട് വെച്ചു. അപ്പോൾ നമ്മൾ തക്കാളി മുരിങ്ങയ്ക്കയും കറി വയ്ക്കാനായിട്ട് തക്കാളി മുരിങ്ങയ്ക്കയും കുക്കറിലോട്ടിട്ട് മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ പച്ചമുളകിട്ട്, അതുപോലെ തന്നെ സവാളയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് അത് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കണത്.
അപ്പം നമ്മുടെ കുക്കിങ്ങിൻ്റെ ടൈം കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ കുക്കിംഗ് ഈസി ആക്കാനായിട്ടും ചൂടുവെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മൾ ചൂടുവെള്ളം നമ്മുടെ കുക്കിങ്ങിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈമും സേവ് ചെയ്യും, ഗ്യാസും സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. കെറ്റില്ല വെള്ളം തിളപ്പിക്കണതെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയും മുരിങ്ങയ്ക്കയും വേവാനായിട്ട് അവിടെ വെച്ചു. അപ്പോൾ ബീട്രൂട്ടൊക്കെ അച്ഛൻ എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പച്ചക്കറികളും എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ ചതുരക്കട്ടകളായിട്ട് കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ചോപ്പർ പണി മുടക്കിയ കാരണം ഞാൻ പകുതിയായിരിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചോപ്പറിൻ്റെ ഒരു വാല്യൂ ശരിക്കും ചോപ്പർ ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇതുപോലെ അരിച്ചിലും ഒക്കെ എളുപ്പമാക്കാനായിട്ട് നമ്മൾ ചോപ്പർ അതുപോലെയുള്ള പല പല ഐറ്റംസ് കിട്ടും കേട്ടോ. കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്കിപ്പോൾ കിട്ടും, ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരെണ്ണം വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. കാരണം അതില്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ട് അത് കടുക് അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ബീട്രൂട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു തോരൻ വെക്കൽ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു മെനു പ്ലാനിങ് ആണ് കേട്ടോ. കിച്ചണിൽ ടൈം ഈസി ആക്കാനായിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ തക്കാളി മുരിങ്ങയും വെന്തിട്ടുണ്ടായിരുന്നു. ഞാനത് ചട്ടിയിലോട്ട് മാറ്റി നമ്മുടെ തേങ്ങ അരച്ചതും ചേർത്ത് ആവശ്യമുള്ള സാധനങ്ങൾ, ഉപ്പൊക്കെ കുറവായിരുന്നു ഇച്ചിരി, അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് കടുകും കൂടെ താളിച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കറി അവിടെ സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയും ഒക്കെ അരിഞ്ഞ് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് കിച്ചണിൽ. നമ്മൾ വീട്ടമ്മമാരായാലും ശരി ജോലിക്ക് പോകുന്നവരായാലും ശരി നമുക്ക് ടൈം സേവ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെൽപ്പ് നമുക്ക് തേടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വന്നപ്പോഴേക്കും അച്ഛൻ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കഴുകി വെച്ചു. പിന്നെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ചായ കുടിച്ചതിൻ്റെയും ഒക്കെ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കുളിക്കാനൊക്കെ ആയിട്ട് പോയി. അച്ഛൻ ജോലിക്ക് പോയെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഇത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ കണ്ട് എനിക്ക് ഓർമ്മയില്ല, പോയി എന്ന് തോന്നണം കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തേലും ആട്ടെ, നമുക്ക് ആൾക്ക് വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ് ആളെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ഈ സ്ലാബ് കൗണ്ടർ ടോപ്പ് ഒന്ന് നമ്മൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ TV സ്റ്റാൻഡൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഈ ആക്രി പെറുക്കൽ എൻ്റെ കൂടെപ്പിറപ്പാണ്. കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് വരലാണ് എൻ്റെ ജോലി. ഇത് കളഞ്ഞിട്ടായിരുന്നിടത്തു നിന്ന് കിട്ടിയ ഒരു സ്ക്വയർ ബോക്സാണ് ഗ്ലാസിൻ്റെ. ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ കാരണം ഞാൻ എടുത്തുകൊണ്ട് വന്നാട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് കളയാൻ തോന്നി എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കണേ. ഇത് ആരുടെയാണ് അവർക്ക് കളയാൻ തോന്നി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാറ്റൊക്കെ കിട്ടുകയല്ലേ, ബാറ്റ് കിട്ടുമ്പോഴത്തേനും ബാറ്റ് ഇങ്ങനെ കവർ ചെയ്ത് കിട്ടുമല്ലോ ഒരു കവർ, അതാട്ടോ. അതും ഞാൻ ഒരു ഓർഗനൈസറാക്കി. അപ്പം എന്നിട്ട് നമുക്ക് TV സ്റ്റാൻഡിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ TV സ്റ്റാൻഡിൽ നിറച്ചും പൊടിയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സുകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഓർഗനൈസറാക്കിയിട്ടൊക്കെ വെക്കുന്നത്. ഹോമിയോ മരുന്നുകളാണത്. ഇതെൻ്റെ പുസ്തകമാണ്. ഞാൻ കിച്ചണിൽ ഇരുന്നിട്ടാണ് പഠിക്കുക. സമയം കിട്ടുമ്പോൾ വായിക്കും. നമ്മുടെ ചായ കുടിയുടെ സമയത്തൊക്കെ വായിക്കും. അങ്ങനെയൊക്കെയാണ്, ഒറ്റയ്ക്കിരുന്ന് ചോറ് കഴിക്കണതല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ TV സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ ആയുധം പതിവ് പോലെ തന്നെ പെയിൻറ്റിങ് ബ്രഷാണ്, നമ്മൾ പൊടി തുടയ്ക്കരുത് കേട്ടോ. അപ്പോൾ ചുക്കിലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി വെള്ളം തൊട്ടൊക്കെ ഒന്ന് തുടച്ച് പിന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ ചെല്ലും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചെല്ലും. ദോശ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും, ദോശയ്ക്ക് മാവില്ല. അതുപോലെ തന്നെ പുട്ടുണ്ടാക്കണമെന്ന് വിചാരിക്കും, പുട്ടിന് പൊടിയില്ല. ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിക്കും, ആട്ട ഉണ്ടാവത്തില്ല. ലാസ്റ്റ് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ഉപ്പുമാവോ എന്തെങ്കിലും വെച്ചിട്ട് സ്ഥലം കാലിയാക്കും. ഇതായിരുന്നു പരിപാടി. പിന്നെ കറി വെക്കാനായിട്ട് തോന്നുന്നത് വെക്കും, ഒന്നും വെക്കാൻ അറിയത്തുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്ക് തോന്നുന്ന ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങ് പോരും കേട്ടോ. അതായിരുന്നു അവസ്ഥ. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഒരുപാട് വ്യത്യാസം വന്ന് ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്കൊരു പ്ലാനിങ് ഉണ്ട്. കൃത്യമായിട്ട് എന്തായിരിക്കണം ഇന്ന് ഞാൻ കുക്ക് ചെയ്യേണ്ടത്, എന്തായിരിക്കണം ഞാൻ എവിടെയായിരിക്കണം ഇന്ന് ക്ലീൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തായിരിക്കണം മക്കൾക്ക് ഇന്ന് കൊണ്ടുപോകാൻ കൊടുത്തു വിടേണ്ടത്, നമ്മുടെ വർക്ക് ടൈം എപ്പോഴായിരിക്കണം, അതുപോലെ നമ്മൾ ഉറങ്ങുന്നത് എപ്പോഴായിരിക്കണം, എഴുന്നേൽക്കുന്നത് എപ്പോഴായിരിക്കണം, എഴുന്നേൽക്കുന്നതിന് ശേഷം എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മുടെ കയ്യിൽ പ്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഈസിയാണ്, ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ്, ലൈഫ് കുറച്ചും കൂടി എന്താ പറയുക വാല്യുബിളായിട്ട് തോന്നുന്നുണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോൾ അംഗൻവാടി പോയി തുടങ്ങി. അതിന് ശേഷം ഞാൻ മോനെ പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞിട്ട് മോൾ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് രാവിലെ എഴുന്നേറ്റ് കുക്കിംഗ് തീരുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താ വെച്ചാൽ അവൾ LKG പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു വിടണമായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്കത്തേന് അവൾ ചോറും കറിയും എന്താണെങ്കിലും ഞാൻ വെക്കണം. അപ്പോൾ ഞാനത് രാവിലെ എഴുന്നേറ്റ് ഒരു 5 മണിക്ക് മോനെ എണീക്കുന്നതിന് മുന്നായിട്ട്, മോനപ്പോൾ ചെറുതാണ്, മോൻ എണീക്കുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി രാവിലെ തന്നെ നമ്മുടെ ഈ പരിപാടികളൊക്കെ ഒതുക്കിയാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടുമല്ലോ എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പതുക്കെ ഫോളോ ചെയ്ത് തുടങ്ങിയത്, ഇങ്ങനെ ഒരു ടൈം സ്കെഡ്യൂളൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങിയത്. അതിന് ശേഷം ഇന്ന് വരെ ദൈവം സഹായിച്ചിട്ട് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു മോർണിംഗ് വേഗം തന്നെ നമ്മുടെ ജോലികൾ തീർക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന മടി, പക്ഷെ മടി ഒരിക്കലും എന്നെ രാവിലെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. എനിക്ക് മടുപ്പ് തോന്നാറുണ്ട് സത്യം പറഞ്ഞാൽ, എന്തിനാ ഇതൊക്കെ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഒരിക്കലും രാവിലെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ എൻ്റെ മടിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരം തന്നെ ഒരു 2 മണിയായി. അപ്പോൾ ചെറിയ ആൾ എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, അമ്മ പായസം വേണം, അടപ്പായസം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അടപ്പായസം സത്യം പറഞ്ഞാൽ വെച്ചിട്ടില്ല കേട്ടോ. സേമിയ വെച്ചിട്ടുണ്ട്, പിന്നെ ഗോതമ്പ് പായസം വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ വെക്കാവുന്ന എന്താണോ അവിടെ ഞാനുണ്ടെന്നുള്ളതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പം ഞാൻ പാലട ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ പോയിട്ട് പാലട മിക്സ് മേടിച്ചിട്ട് വന്നു. നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മളല്ലാണ്ട് ആരല്ലേ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ 1.5 ലിറ്റർ പാൽ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ച്. അപ്പം പായസം ഉണ്ടാക്കാനൊക്കെ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് വയ്ക്കണേ. അപ്പോൾ നമ്മുടെ പിന്നെ ഇവിടെ ഒരു നിപ്പല്ലേ, നിന്നങ്ങനെ ഇളക്കണമല്ലോ. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ ക്ലാസ് വെച്ചു, എൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ് വെച്ചിട്ട് ക്ലാസ് കാണുമായിരുന്നു. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ പഠിത്തമൊക്കെ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ അങ്ങനെ കട്ടയ്ക്ക് നിന്ന് ഇളക്കി അരമണിക്കൂർ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പായസം സെറ്റായിട്ടോ. അപ്പോൾ ബിയോണുവിൻ്റെ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മോന് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷം കാണുമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്. അപ്പോൾ ഞാനും ഹാപ്പി ആയിട്ട് അവൻ്റെ സന്തോഷം കണ്ടപ്പോഴത്തേനും ഞാനും ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ മക്കളുടെ മുഖത്ത് പുഞ്ചിരിയാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.